പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ രാത്രികളിൽ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? ചില പുസ്തകങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും. അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നതായി നമുക്ക് തോന്നും. അത്തരത്തിൽ വായനക്കാരനെ ഭ്രമിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കിടിലൻ നോവലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. SP ശരത് എഴുതിയ ഉറക്കപ്പിശാച്. തീർച്ചയായും മലയാളികൾക്ക് പുതുമ സംഭാവന ചെയ്ത മിടുക്കനായ ഒരു എഴുത്തുകാരനാണ് SP ശരത് എന്ന് പറയാനാവും. അദ്ദേഹത്തിൻ്റെ ഈ നോവൽ ഉറക്കത്തെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമുള്ള നിഗൂഢ ഭാവങ്ങളെ അതിമനോഹരമായ ആവിഷ്കാര ചാരുതയോടെ അവതരിപ്പിക്കുന്ന നോവലാണ്. തീർച്ചയായും വായിക്കുക SP ശരത് എഴുതിയ നോവൽ ഉറക്കപ്പിശാച്. ഹൊറർ, മിസ്റ്റിക് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന മലയാളി വായനക്കാർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് SP ശരത്തിൻ്റെ ഉറക്കപ്പിശാച്. അതിനിഗൂഢമായ ഭാവമാണ് ഈ പുസ്തകത്തിനുള്ളത്. വായനക്കാരുടെ ഉറക്കം കെടുത്തുന്ന നിഗൂഢമായ ഒരു കഥ തന്നെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. മാജിക്കൽ റിയലിസത്തിൻ്റെ മനോഹരമായ ഭാവം വളരെ ഭംഗിയായി ഉൾക്കൊള്ളാനും അവതരിപ്പിക്കാനും SP ശരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. വേമ്പനാട് കായലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. കളത്തിൽ തറവാട്ടിലെ നാരായണൻ വാപ്പൻ എന്ന മനുഷ്യൻ്റെ നിഗൂഢമായ ഭാവങ്ങളിലൂടെ ഈ കഥയുടെ ചുരുളഴിയുന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു കിടക്കുന്ന വാപ്പൻ തൻ്റെ മക്കളോട്, പ്രത്യേകിച്ച് മരുമകളായ രതിയോട് പറയുന്ന കഥകളാണ് ഈ നോവലിനെ മുന്നോട്ട് നയിക്കുന്നത്. ആദ്യമൊക്കെ കെട്ടുകഥകളാണെന്ന് രതി കരുതിയെങ്കിലും ആ കഥകളിലെ നിഗൂഢഭാവം രതിയെ അതിശയിപ്പിക്കുന്നു, ഞെട്ടിപ്പിക്കുന്നു, ഒപ്പം വായനക്കാരനെയും. ചിലതരം കേൾവികളും കാഴ്ചകളും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല മോളെ. പുസ്തകത്തിലൊക്കെ എഴുതി വെക്കണ അറിവുകളെ ആൾക്കാർ കൈമാറ്റം ചെയ്യത്തുള്ളൂ. എഴുതി വെക്കാൻ പറ്റാത്ത ചില അറിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ കയ്യിലുള്ളവർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതൊക്കെ കാണും, കേൾക്കാൻ പറ്റാത്തതൊക്കെ കേൾക്കും. പുറത്തൊരു കുഞ്ഞിനോട് പോലും ഒന്നും പറയത്തുമില്ല. പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കേൾക്കണവർ ചിരിക്കും. അവന്മാരെ കുറ്റം പറയാനും പറ്റത്തില്ല. കണ്ട അണ്ടനും അടകോടനുമൊന്നും കാണാനോ കേൾക്കാനോ പറ്റണ കാര്യങ്ങളല്ലല്ലോ അതൊന്നും. രതിയോട് വാപ്പൻ പറഞ്ഞ ഈ വാചകങ്ങളിലുണ്ട് ഉറക്കപ്പിശാചിന് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ താക്കോൽ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിടിതരാതെ പ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ ഭാവനയുടെ കണ്ണടയിലൂടെ അനാവരണം ചെയ്യുന്ന നോവൽ. വാപ്പൻ പറയുന്ന കഥകൾ നമ്മളെ ഞെട്ടിക്കും, വായനക്കാരെ അത്ഭുതത്തിന് ലോകത്തേക്ക് കൊണ്ടുപോകും. വാപ്പൻ പറയുന്ന കഥകൾ സത്യമാണോ? കളത്തിൽ തറവാട്ടിൽ നടക്കുന്നത് എന്താണ്? അതൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന നോവലാണ് ഉറക്കപ്പിശാച്. ഈ പുസ്തകം തീർച്ചയായും വായിക്കണമെന്ന് നിങ്ങളോട് പറയാനൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ അവതരണ ശൈലി തന്നെയാണ്. വളരെ മനോഹരമായ ആഖ്യാന രീതിയാണ് ഇതിനുള്ളത്. ഒരു നോവലിന് വേണ്ടുന്ന എല്ലാ പുതുമയും ഈ പുസ്തകം നൽകുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ അദൃശ്യമായ ശക്തികളുണ്ടോ, രഹസ്യങ്ങളുണ്ടോ എന്ന് വായനക്കാരന് തോന്നുന്ന വിധത്തിലാണ് ഇതിൻ്റെ എഴുത്ത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥയെ വളരെ മനോഹരമായി എഴുതി ചേർക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ അധ്യായങ്ങൾ കഴിയുന്തോറും സസ്പെൻസ് കൂടി വരുന്ന ഒരു പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. വായനക്കാരനെ പ്രതീക്ഷകളുടെ ഭാവുകത്വത്തിൻ്റെ മുൾമുനയിലേക്ക് ഈ നോവൽ കൊണ്ടുപോകും. തീർച്ചയായും മനോഹരമായ ആഖ്യാന ശൈലി മാജിക്കൽ റിയലിസത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കാൻ ശരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത്. ഭയം ജനിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഈ നോവൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതിസങ്കീർണമാണ് ഇതിൻ്റെ രചനാരീതിയെന്ന് ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. പേജ് അവസാനിക്കുമ്പോഴേക്കും, പുസ്തകം അവസാനിക്കുമ്പോഴേക്കും വളരെ മനോഹരമായ ഉത്തരം നൽകാൻ, എല്ലാ സങ്കീർണതകൾക്കും മനോഹരമായ ഉത്തരം നൽകാൻ കഴിയും വിധമാണ് ഇതിൻ്റെ രചനാരീതി. ഒറ്റ ഇരിപ്പിന് വായിച്ചു തുടങ്ങിയാൽ ഒറ്റ ഇരിപ്പിന് വായിക്കാൻ തരത്തിലുള്ളൊരു പുസ്തകമായി തന്നെ ഉറക്കപ്പിശാചിനെ വിലയിരുത്താം. 4ാം പതിപ്പിൽ എത്തിയിരിക്കുന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മനോരമ ബുക്സ് ആണ്. 247 പേജ് വലുപ്പമുള്ള പുസ്തകത്തിന് 290 രൂപയാണ് വില. തീർച്ചയായും നിഗൂഢതകളും മാജിക്കൽ റിയലിസവും ഒക്കെ ഇഷ്ടപ്പെടുന്ന മലയാളി വായനക്കാർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഉറക്കപ്പിശാച്. പ്രിയമുള്ളവരെ, തീർച്ചയായും വായിക്കുക SP ശരത് എഴുതിയ ഉറക്കപ്പിശാച്. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി, പുസ്തക ലോകത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.